രാഹുലൊക്കെ വന്ന വണ്ടി അപ്പുറത്തെ അമ്മാവന്റെ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പൊ ഇതുവഴി നോക്കി നിൽക്കുകയാണ് വരുന്നത് കാത്തു. സർപ്രൈസ് ആയിട്ടോ ചിക്കൻ. ഹലോ. അപ്പൊ ഇന്ന് നിച്ചൂസിന്റെ ബർത്ത്ഡേ ആണ്. നിച്ചൂസിന് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങൾ എല്ലാരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്കൂളിൽ പോയേക്കുവാണ്. വൈകുന്നേരം ഏകദേശം 3:50 കഴിഞ്ഞ്. അപ്പൊ നിച്ചൂസ് ഇപ്പൊ എത്തും, ഓട്ടോയിൽ ഇപ്പൊ വരും. അപ്പം വരുമ്പോ ഞങ്ങൾ കേക്ക് ഒന്നും ഇല്ലാന്ന് നേരത്തെ കഴിഞ്ഞ വർഷമേ പറഞ്ഞു. 10 വയസ്സാകുമ്പോൾ തൊട്ട് ഇനി കേക്ക് ഒന്നും മുറിക്കത്തില്ലെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവള് പറഞ്ഞു കഷ്ടം അമ്മ. ഞാൻ പറഞ്ഞു ആരും വരത്തില്ല, രാഹുലോ ചിറ്റി ആരും വരത്തില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അച്ഛനും പറ്റത്തില്ല, അച്ഛനും 8 മണിയാവും വരാൻ. അതുകൊണ്ട് കേക്കൊന്നും ഇല്ല, പിന്നെ സ്കൂളിലേക്കുള്ള മുട്ടായി പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി ആകെ ചെറിയൊരു വിഷമത്തില്ല, കേക്ക് കട്ടിങ് ഇല്ലെന്ന് പറഞ്ഞപ്പം. അപ്പം രാഹുലും മാളുവും എല്ലാം വരും. എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരും, അനിയന് വരാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാരും കൂടെ ഹാളിൽ ഇങ്ങനെ നിച്ചുനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ആ സർപ്രൈസിലേക്ക് ക്ഷണിക്കുന്നു. അതെ. അപ്പൊ ഞങ്ങൾ എല്ലാരും എത്തിയിട്ടുണ്ട്. എന്റെ പ്രയാറ്റമ്മയുണ്ട്, ഞങ്ങള് ചിങ്ങോലിന്ന് എല്ലാരും ഉണ്ട്. എല്ലാരും നിച്ചസിന് വേണ്ടി വെയിറ്റിംഗ്. അപ്പൊ ഡെക്കറേഷൻ തന്നെ ഉണ്ണിക്കുട്ടൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ അമ്മയും കുഞ്ഞു റൂമിലാ. എന്ത് കുഞ്ഞോ അവിടെ കിടക്കുന്നു. അപ്പൊ അതേ സർപ്രൈസിന് വേണ്ടിട്ട് എല്ലാം റെഡിയായി സെറ്റാക്കി വെച്ചേക്കാണ്. രാഹുലൊക്കെ വന്ന വണ്ടി അപ്പുറത്തെ അമ്മാവന്റെ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. കാരണം നിച്ചൂസിന് കയറി വരുമ്പോൾ വണ്ടി കിടക്കുന്ന എൻ്റെ ഡൗട്ട് വരും. അതുപോലെ തന്നെ എൻ്റെ ബൈക്കും പിന്നെ പ്രയാറ്റ് അച്ഛൻ്റെ ബൈക്കും നമ്മളിത് ആ സൈഡിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്ക് വേണ്ട. കാരണം എൻ്റെ ബൈക്ക് കാണുവാണെങ്കിൽ നമുക്കൊരു സംശയം തോന്നും, അല്ലെങ്കിൽ അച്ഛൻ്റെ ബൈക്ക് ആണെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നുമില്ല, നോർമലി വരുന്ന പോലെ തന്നെ വേണം അവള് വരാൻ. അതറിയോ കറക്റ്റ് 4 മണിയായിട്ടുണ്ട്. അപ്പം കേക്കൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ വരും കേക്ക്. വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതാണ് പുറത്തേക്ക് നോക്കാൻ പറ്റുന്നുള്ളൊരു ജനാല. അപ്പൊ ഇതുവഴി നോക്കി നിൽക്കുകയാണ് വരുന്നത് കാത്ത്. കണ്ടാലോ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിവിടെ സെറ്റായി നിൽക്കുക. നിങ്ങൾ അപ്പൊ 4 ഇവിടുന്ന് ഹാപ്പി ബർത്ത്ഡേ. ഹലോ. ഇപ്പൊ കറിയാം. എത്ര നേരം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അറിയാവോ? എനിക്ക് വിഷമം വരുന്നുണ്ട്. അങ്ങനെ സർപ്രൈസ് ആയിട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ റിതിക, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ നിച്ചു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
അവനങ്ങ് നാണം വരുന്നു കേട്ടോ. പറ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. ഒന്നുകൂടെ ഉണ്ടടി, മറ്റേത് നോക്കി. അടിപൊളി. കുഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ അൺബോക്സിംഗ്. ഇനി പറ എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? ഇല്ലായിരുന്നു, സർപ്രൈസ് എങ്ങനെയായിരുന്നു പറ. ഞെട്ടിപ്പോയി. സർപ്രൈസ് സൂപ്പർ. അങ്ങനല്ല, അടിപൊളി. ഞങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് എന്തോ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമെന്നോ? ഇല്ല, അത് അമ്മയുടെ അഭിനയം അമ്മയുടെ അഭിനയം രാവിലെ ഇന്ന് രാവിലെ പറഞ്ഞു നിങ്ങൾ ഞായറാഴ്ച അമ്മൂമ്മയെ കാണാൻ വരും, അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അടിപൊളിയായിരുന്നല്ലോ. സൂപ്പർ. സന്തോഷം കൊണ്ടങ്ങ് കരഞ്ഞ്. സ്കൂളിൽ നിന്ന് കിട്ടിയതാ. വൈക കാണുന്നതാ സ്റ്റിക്കർ. നേരത്തെ അറിയായിരുന്നു അപ്പം ബർത്ത്ഡേ ഇന്നാണെന്ന്? തോന്നുന്നു, ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഒരു ദിവസം മുട്ടായി കൊണ്ടുപോയായിരുന്നു ഇവിടുന്ന്, വെറുതെ മുട്ടായി കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തോത്തിനാ മുട്ടായി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ എന്റെ ബർത്ത്ഡേ ആവാതായതുകൊണ്ടാണ്. 2 പേന, കൊറേ കാർഡ്. പേന ഇത് നിത്യ തന്നത്, ഡാഡർ. പിന്നെ ഇത് ആരൊക്കെയാന്ന് ഐഡിയ ഇല്ല. ഇത് അക്ഷര തന്നതാ, അക്ഷര. പിന്നെ ഇത് ആർദ്ര പേനയും ഒരു കാർഡും പിന്നെ ഒരു ക്രയോൺസ്. പിന്നെ ഇത് നിത്യ തന്നതാ. ഇതും പിന്നെ ഒരു പേനയും നിത്യ തന്നതാ. ഇത് ആർദ്രയുടെ കാർഡ്. ഇത് രേവതിയുടെ. പിന്നെ ഇനിയുണ്ട്. ഇത് എന്റെ ഞങ്ങളുടെ സ്കൂളിലെ വേറൊരു ആങ്കൊച്ച് തന്നതാ. മഹേശ്വർ ബുക്ക് ചെയ്തിരിക്കുന്നു. ഇത് അർണവ് തന്നതാ, അർണവ്. പിന്നെ ഇത് ആരാധ്യ തന്നത്, ആരാധ്യയുടെ ഒരു അതെ ഇത് ആരാധ്യ കാർഡാ. ഇത് ഞാൻ വാങ്ങിക്കണം. യൂണിക്കോണ്ട് ബോ, പിന്നെ ബോയ്, നിച്ചുവിന്റെ ഫേവറേറ്റ് കളർ വാച്ച്, മാല. കൊള്ളാം. പിന്നെ ഒരു ക്ലിപ്പ്, നമ്മൾ അന്ന് വള, പൊട്ട്. ഇതെന്തുവാ? എല്ലാം നിച്ചുവിന്റെ ഫേവറേറ്റ് സാധനങ്ങളാണ്. എല്ലാ ഫേവറേറ്റ്. കേക്ക് സെറ്റ് ചെയ്ത് തന്നത് ബേക്കിംഗ് ബി ആണ്, നമ്മുടെ നെയ്ബർ സുലു. കഴിഞ്ഞ പ്രാവശ്യവും അവളുടെ കയ്യിൽ നിന്ന് തന്നെ കേക്ക് വാങ്ങിച്ച് സൂപ്പർ കേക്കായിരുന്നു കേട്ടോ, അടിപൊളി കേക്കായിരുന്നു. പിന്നെ നിച്ചൂസിന്റെ ഒരു നേരത്തെ ഒരു ഇത് വെച്ചിട്ട് ഡോൾ കേക്കാണ്, അതായത് ഹാഫ് ഡോൾ കേക്കാണ് 1 kg വാനില ആയിരുന്നു. അടിപൊളി കേക്കായിരുന്നു അല്ലേ, സൂപ്പർ ആയിട്ട് ചെയ്തു, അടിപൊളി. നല്ല ടേസ്റ്റും ആയിരുന്നു. പിന്നെ അതില് നല്ല ക്രീമി വെറൈറ്റി കേക്ക്. താങ്ക് യു ബേക്കിംഗ് ബി.
നമ്മൾ അടുത്ത ഫുഡിലേക്ക് അടുത്ത ഐറ്റം ഫുഡ് ആണ്. വാ, ഫുഡ് ഫുള്ള് സെറ്റ് ആയില്ല. അപ്പൊ ആയില്ല. അപ്പൊ ഒരു സെറ്റ് പൊറോട്ടി, പിന്നെ ചിക്കൻ കറി എല്ലാം സെറ്റായി. ചിക്കൻ കറി, പിന്നെ റൈസ് വേവിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ആക്കണം. കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട്. ചിക്കൻ ചിക്കൻ അപ്പൊ ഒരു ബർത്ത്ഡേ ഒരു സർപ്രൈസ് വീഡിയോ ഇപ്പൊ ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പം നിച്ചൂസിന് ആ ഒരു സർപ്രൈസ് ഒരുപാട് ഇഷ്ടപ്പെട്ട് അവിടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ആനന്ദ കണ്ണീര് വന്ന് അതങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും ഫുഡടിയും എല്ലാം കഴിഞ്ഞ് അടിപൊളി ഫുഡായിരുന്നു. ചേച്ചിക്ക് ഒരു താങ്ക്സ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സെലിബ്രേഷൻ ആയിരുന്നു. അവരോടെല്ലാരും പറഞ്ഞേരാ. അവൾ അറിഞ്ഞില്ല സെലിബ്രേഷൻ ഉണ്ടെന്നൊന്നും കുഞ്ഞ് അറിഞ്ഞില്ല. അതുകൊണ്ട് ആരോടും പറയാൻ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യണം. അപ്പൊ ഓക്കെ, പുതിയ വീഡിയോ എത്തുന്നവരെ ബൈ.